ഏറ്റവും വ്യക്തത ലഭിക്കാൻ ഒരു കണക്ക് പറയാം. അമേരിക്കൻ ഡോളറുമായി മറ്റു രാജ്യങ്ങളുടെ നാണയങ്ങൾക്കുണ്ടായ മൂല്യ വ്യത്യാസമാണത്. ഡോളറുമായുള്ള വിനിമയത്തിൽ യൂറോ 11% ശക്തിപ്പെട്ടു, ബ്രിട്ടീഷ് പൗണ്ട് 6%, ജാപ്പനീസ് യെന്നും ഓസ്ട്രേലിയൻ ഡോളറും 5%, കനേഡിയൻ ഡോളർ 3% ശക്തിപ്പെട്ടു. അമേരിക്ക സർവത്ര കഷ്ടപ്പെടുത്തിയിട്ടും ചൈനീസ് യുവാൻ പോലും 2.3% മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ നാണയങ്ങളോടെല്ലാം അമേരിക്കൻ ഡോളർ ഇടിഞ്ഞു. അതേസമയം ഡോളറുമായി മൂല്യമിടിഞ്ഞത് പ്രധാനമായും 3 കറൻസികൾക്കാണ്: പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രൂപയ്ക്കും ബംഗ്ലാദേശിന്റെ ടാക്കയ്ക്കും. ഇന്ത്യയുടെ രൂപയാണ് അതിലേറ്റവും ദുർബലമായത്, ഏതാണ്ട് 3.5% അടുത്ത്. പാകിസ്ഥാൻ രൂപയ്ക്ക് 2.5% അടുത്ത്. യൂറോപ്പിലെയും മറ്റു പ്രധാന സാമ്പത്തിക ശക്തികളുടെയും കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തകർച്ച നേരിട്ട ഡോളറാണ് രൂപയ്ക്കെതിരെയും ടാക്കയ്ക്കെതിരെയും മാത്രം ശക്തി കാണിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ രൂപ ഇപ്പോൾ വിചാരിക്കുന്നതിലും താഴെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രൂപ ഡോളറുമായി മാത്രമല്ല തകരുന്നത്. ഒരു പൗണ്ട് കിട്ടാൻ ഇപ്പോൾ 119 രൂപ നൽകണം, ഒരു യൂറോ കിട്ടാൻ 104 രൂപയും നൽകണം.